of our little stars, welcome to UKG Convocation Ceremony 2026. Every auspicious occasion begins with prayer. Let us seek God's blessings through a graceful prayer dance presented by our students. ഇന്നത്തെ വിശിഷ്ടാതിഥി റവറൻ സിസ്റ്റർ ദീപ OSS, സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ സിസ്റ്റർ അർച്ചന, PTA President Mr. Firoz Khan, dear teaching and non-teaching staff, dear parents,
the little charms of the day. ഞാനിവിടെ നിൽക്കുന്നത് ഇന്നത്തെ ചടങ്ങിൻ്റെ വിശിഷ്ട അതിഥിയായ സിസ്റ്റർ ദീപയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ആദ്യമായി സിസ്റ്റർ ഹോളി സ്പിരിറ്റ് സിസ്റ്റർ സമൂഹത്തിലെ ഒരു അംഗമാണ്. അതായത് സെൻറ് തോമസ് പബ്ലിക് സ്കൂൾ ഏനാന്തി നടത്തുന്ന സിസ്റ്റേഴ്സ് ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സാണ്. ആ സിസ്റ്റേഴ്സിൻ്റെ സമൂഹത്തിലെ ഏറെ പ്രിയപ്പെട്ട ഒരു അംഗമാണ് ഞങ്ങളുടെ സിസ്റ്റർ ദീപ. By her profession, she is a nurse. Now she is working as assistant professor at Pushpagiri Medical College, Pathanamthitta district, Kerala. So she has done her BSc nursing from Father Muller College of Nursing, Mangalore, MSc nursing from Kerala University of Health Sciences, Thrissur, and she specialized in psychiatric nursing. And she has the vast years of experience in the nursing field and also as an assistant professor at our medical college in Pushpagiri. At present, she is pursuing PhD at Manipal Academy of Higher Education, Manipal University, focusing on mental health and suicide prevention among young adults. ഇതൊക്കെ സിസ്റ്ററിൻ്റെ ക്വാളിഫിക്കേഷനാണ്. എന്നാൽ എനിക്ക് സിസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സിസ്റ്റർ ബൈ ഹർ പ്രൊഫഷൻ സിസ്റ്റർ ഒരു നേഴ്സാണ്. നമുക്കറിയാം, ഭൂമിയിൽ സ്വർഗം തീർക്കുന്ന മാലാഖമാരാണ് നേഴ്സുമാർ. നമ്മൾ രോഗബാധിതരായി ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആകുമ്പോൾ നമുക്ക് ഏറെ ആശ്വാസമായിട്ട് നമ്മുടെ അടുത്തേക്ക് പറന്നു വരുന്ന ഭൂമിയിലെ മാലാഖമാരാണ് ഈ നേഴ്സുമാർ. ഇന്ന് ഞാൻ അവിചാരിതമായി ഒരു വാട്സപ്പ് വീഡിയോ കാണാനിടയായി. രാഹുൽ ഗാന്ധി തൻ്റെ അമ്മ സോണിയാഗാന്ധി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ കേരളത്തിലെ ഒരു മലയാളി നേഴ്സ് സോണിയാഗാന്ധിയുടെ അടുത്ത് ഓരോ മണിക്കൂർ ഇടവിട്ട് സോണിയാഗാന്ധിയുടെ അടുത്ത് ചെന്ന് പരിചരിക്കുന്നതും കയ്യിൽ പിടിക്കുന്നതും ചിരിക്കുന്നതും ആയ ആ ഒരു സന്ദേശം ഇന്ന് ഞാൻ അവിചാരിതമായി കാണുവാനിടയായി. ഞങ്ങളുടെ സിസ്റ്റർ ദീപയെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റർ ഇതിൽ നിന്നും ഒട്ടും വിഭിന്നയല്ല. രോഗികളെ ഏറെ കരുതലോടെ പരിചരിക്കുകയും ആശ്വാസമേകുകയും, പ്രത്യേകിച്ച് സിസ്റ്റർ ഇപ്പോൾ കൈകാര്യം ചെയ്തത് നഴ്സിംഗ് സ്റ്റുഡൻസിനെയാണ്, BSc നഴ്സിംഗ് MSc നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിനെയാണ്. അപ്പോൾ ഇനിയും പേരൻസ് ആകാനുള്ള കുട്ടികൾ, അതായത് അഡോളസൻസ് കഴിഞ്ഞ് അഡൽട്ട്ഹുഡിലേക്ക് കടന്നിരിക്കുന്ന ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന സിസ്റ്റർ, നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിൽ പൊട്ടിത്തെറികളുടെയും മാനസിക അസ്വാസ്ഥ്യങ്ങളുടെയും ഇന്നത്തെ ഈ കാലത്ത് സിസ്റ്റർ നിങ്ങൾ കേട്ടതുപോലെ പഠിക്കാൻ എടുത്തിരിക്കുന്ന വിഷയം മെൻ്റൽ ഹെൽത്താണ്. എന്തുകൊണ്ട് സിസ്റ്ററിനെ ഞങ്ങൾ ഈ ഫംഗ്ഷനിലേക്ക് ചീഫ് ഗസ്റ്റായി വിളിച്ചു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സമഗ്ര വികസനമാണ്. അതായത് മനുഷ്യന് ആത്മാവ്, ശരീരം, മനസ്സ്, ഈ 3 മേഖലകളിലുള്ള വികസനമാണ് നമ്മൾ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാനസികമായ വളർച്ച ഏത് സ്കൂളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സിസ്റ്റർ ഈ മേഖലയിൽ വേറെ റിസർച്ച് ചെയ്യുകയും പ്രവർത്തിക്കുകയും അഡൽട്സുമായിട്ട് നിരന്തരമായി അവരുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ ഈ ഫീൽഡിൽ സിസ്റ്ററിന് അഗാധമായ അറിവും അതുപോലെ അനുഭവജ്ഞാനവും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റർ സന്ദേശം പങ്കുവയ്ക്കുമ്പോൾ ഈ മേഖലയിൽ കൂടെ കടത്തിവിടുമെന്നുള്ളത് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ഞങ്ങളുടെ വി ആർ പ്രൗഡ് ഓഫ് യു റവറൻഡ് സിസ്റ്റർ ദീപ, ആൻഡ് ഇറ്റ് വിത്ത് ഗ്രേറ്റ് ഹാപ്പിനെസ് ആൻഡ് ജോയ് വി വെൽക്കം യു ഓൺ ദ ഡയസ്. സിസ്റ്ററിനെ സ്നേഹോപകാരം സമർപ്പിക്കുന്നതിനായി നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ ഏറെ പ്രിയപ്പെട്ടിയായ സിസ്റ്റർ സിസ്റ്ററിനെയും ഡയസിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. Respected Reverend Sister Archana, Principal, respected local manager Reverend Sister Rosemary in her absence, Reverend Sisters, PTA Executive Mr. Feroz Khan, dear teachers, non-teaching staff,
beloved parents, grandparents, relatives, well-wishers, and my dear little graduates. A warm good afternoon to all. Good afternoon. Okay, thank you. 1,000 steps to success begin with first step. Today, it's a special day and a joyful day for all of us. It's a day of celebration, isn't it? Are you in a celebration mood? Hello? Yes. Are you all sleeping? Okay. So, once again, congratulations to the dear little graduates, and let us give a big round of applause to our little graduates. Thank you. I feel truly blessed and honored to have the chief guest on this special occasion. My dear little children, seeing you all with these gowns and caps fills my heart with happiness. You all look so beautiful today with these shining gowns and caps. Are you all happy? Are you all happy? Okay. So, show me that happiness in your smile. Okay, good, very good. Today, you have completed the successful years in your life's first journey. നിങ്ങൾ ആദ്യമായിട്ട് ഈ സ്കൂളിലേക്ക് വന്ന ദിവസം ഓർമ്മയുണ്ടോ? ഭയങ്കര സന്തോഷമായിട്ടാണ് എല്ലാവരും വന്നേ. കുറച്ച് പേരൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ കരഞ്ഞും കുറച്ച് പേടിയൊക്കെ ആയിട്ട് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൈ പിടിച്ച് നമ്മൾ ഈ സ്കൂളിലേക്ക് കടന്നു വന്നു. ഇന്ന് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ വളരെ സന്തോഷം ആത്മധൈര്യത്തോടു കൂടിയൊക്കെയാണ് നിങ്ങളോട് അറിയിക്കുക. യു ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ദർ ആർ many more beautiful steps that is waiting for you in your life. Each of you can tap your shoulder and say congratulations to you. Congratulations. Pat on your shoulder and say congratulations. I did it. Okay. So, നമ്മുടെ അടുത്തിരിക്കുന്ന നമ്മുടെ നല്ല ഫ്രണ്ട്സില്ലേ, അവരോട് കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയോ, വിഷയക്കാരെ കൊടുത്തിട്ട് പറഞ്ഞേ കൺഗ്രാറ്റുലേഷൻസ്, മേ ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞേ. ഓർക്കെ പറ. ഓക്കെ, താങ്ക് യു. ഇത് രാവിലെ ഞാനിവിടെ വന്നതാണ്. അപ്പോൾ കുറേ നാളുകളായി ഇങ്ങനത്തെ ഒരു എൻവയോൺമെൻ്റ് ഒക്കെ കണ്ടിട്ട് ഞാൻ വിചാരിക്കുന്നു ഭയങ്കര കനമുള്ള ശബ്ദം, ഒരു നല്ല പോസിറ്റീവ് എനർജി. പക്ഷേ ഇടയ്ക്കൊന്ന് ഞാൻ ഇറങ്ങിപ്പോയി. പക്ഷേ ഇൻ ബിറ്റ്വീനൊക്കെ നല്ല സൗണ്ടിൽ നിങ്ങൾ നല്ലതായിട്ട് ആക്റ്റീവായിട്ട് ഇതിനൊക്കെ കാണാനായിട്ട് ഇടയായി. സോ ഈ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടികളാണ്. നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന ശ്രീ APJ അബ്ദുൽ കലാം സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം തൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് അഗ്നിച്ചിറകുകളോടുകൂടിയാണ് എന്ന് പറയുമ്പോൾ അനവധിയായ സാധ്യതകളുള്ള കുഞ്ഞുങ്ങളായിട്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ സ്വപ്നങ്ങൾ കാണണം. നമ്മളൊക്കെ സ്വപ്നം കാണാറുണ്ടോ? സ്വപ്നം കാണാറുണ്ടോ? ഉണ്ട്. എപ്പോഴാ? ഉറങ്ങുമ്പോൾ അല്ലേ? പക്ഷേ അബ്ദുൽ കലാം സാർ നമ്മളോട് പറഞ്ഞെന്താണെന്നറിയോ? കണ്ണ് തുറന്നിരിക്കുമ്പോൾ നമ്മൾ സ്വപ്നം കാണണം. ആരാകണം, എന്താകണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ സ്വപ്നം കാണണം. ഇനി സ്വപ്നം കണ്ടാൽ മാത്രം മതിയോ? എന്ത് ചെയ്യണം? കുറച്ച് പേർക്ക് ഉറങ്ങുന്നുണ്ട്, അപ്പോൾ അതിനിടയ്ക്ക് ചിലപ്പോൾ സ്വപ്നം കാണുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സ്വപ്നത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുക. ഓക്കെ, സോ നമ്മളതിന് ഹാർഡ് വർക്ക് ചെയ്താൽ ആ സ്വപ്നങ്ങളെല്ലാം സത്യമായിട്ട് മാറും എന്ന് പറയുന്നുണ്ട്. നമ്മൾ കഥകളൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? പക്ഷേ സിസ്റ്റർ പഠിപ്പിക്കുന്ന ഇച്ചിരി ഇവിടെ വലിയ പിള്ളേരെ ആയതുകൊണ്ട് വലിയ കഥകളൊന്നും എനിക്ക് അറിയില്ല. ആമയുടെ കൊയിലിൻ്റെ കഥ അറിയാമോ? കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഗുഡ്.
ആരാ ആ ഓട്ടപ്പന്തയത്തിൽ ജയിച്ചതാരാ? ആമയായിരുന്നു. ആമയാന്ന് പറഞ്ഞവരൊന്ന് കൈവക്കില്ലേ? ഓക്കെ, ഗുഡ്. ആമയാണ് ജയിച്ചത്. പക്ഷെ നമുക്കറിയാം ആമ എങ്ങനാ നടന്നു പോകുന്നത്? ഇഴഞ്ഞിഴഞ്ഞാ പോകുന്നത്. മുയലോ ഭയങ്കര സ്പീഡിൽ ഓടാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ടാണ് ആ റണ്ണിങ് റേസിൽ ഈ ആമ ജയിക്കാൻ കാര്യം എന്താ? പെർസിവിയറൻസ്, സ്ഥിരോത്സാഹത്തോടു കൂടി ആമ പതുക്കെ പതുക്കെ നടന്ന് സക്സസ്ഫുൾ ആയി. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഇതുപോലെ എന്താകാൻ പറ്റും? സക്സസ്ഫുൾ ആകാൻ പറ്റും. ഓക്കെ, സോ കണക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആണോ? എല്ലാം തോന്നുന്നു, കുറച്ച് പേര് പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ കുറെ ഇക്വേഷൻസ് ഒക്കെ അതിനകത്ത് പഠിക്കുന്നുണ്ട് അല്ലേ? 1+1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1+1 ഓക്കെ, ഗുഡ്, 2 ആണ്. അപ്പോ ഇതുപോലെ ഒരു ഇക്വേഷൻ സിസ്റ്റം പറഞ്ഞു തരാം. ഓക്കെ, എന്താണ്? ഹാർഡ് വർക്ക് പ്ലസ് ഗോഡ്സ് ഗ്രേസ് ഈസ് ഈക്വൽ ടു സക്സസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ മനസ്സിലായി? ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ചെയ്യണം. ഓക്കെ, നമ്മൾ പരിശ്രമിക്കണം. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെന്ന് പറയുന്നത്? ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്താകാൻ പറ്റും? സക്സസ്ഫുൾ ആകാൻ പറ്റും. അപ്പൊ ചെറിയൊരു കഥയല്ല, ഒരു നടന്ന ഒരു സംഭവമാണ്. നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ സംഭവിച്ച ഒരു കാര്യം ഞാനൊരു പ്രാവശ്യം പത്രത്തിൽ ഒരു ചിന്താ വിഷയത്തിൽ വായിച്ച ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ബെർണാഡ് ഗൂസൻ എന്ന് പറയുന്ന ഒരു ദക്ഷിണാഫ്രിക്കയിലുള്ള ഒരാൾക്ക് വലിയൊരു ആഗ്രഹം, ഒരു മല കയറണം. അത് വെറും ഒരു മലയല്ല, നമ്മൾ വലിയവരൊക്കെ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള ഒരു കൊടുമുടിയാണ് ഏതാ? കിളിമഞ്ചാരോ. ഓക്കെ, സോ ആ കൊടുമുടി കയറണം എന്ന് ബെർണാഡ് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ആഗ്രഹം. പക്ഷെ ഒരു കുഴപ്പമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ജന്മന തളർന്നു പോയ, തളർവാദം പിടിച്ച ഒരു വ്യക്തിയാണ്. വീൽ ചെയറിലാണ് അദ്ദേഹത്തിന്റെ ജീവിതമെല്ലാം. പക്ഷേ ഈ ആഗ്രഹത്തിനൊട്ടും കുറവില്ല. അദ്ദേഹത്തിന് എന്തായാലും ഈ കൊടുമുടി എങ്ങനെയെങ്കിലും കയറണം. കഠിനമായ അദ്ദേഹം പരിശീലനത്തിലൂടെ ഓരോ ദിവസവും അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു. ഒടുവിൽ ഈ ബെർണാഡിന്റെ മുൻപിൽ 6000 മീറ്റർ ഉയരമുള്ള ആ കൊടുമുടി, കിളിമഞ്ചാരോ എന്ന് പറയുന്ന ആ കൊടുമുടി തലകുനിച്ചു എന്നാണ് പറയുക. അത് ഒരു പ്രാവശ്യമല്ല, അദ്ദേഹം 2003-ലും 2007-ലും ഈ കൊടുമുടിയിൽ അദ്ദേഹം കയറുകയുണ്ടായി, അല്ലെങ്കിൽ അദ്ദേഹം ഈ കൊടുമുടിയെ കീഴടക്കി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ലക്ഷ്യം നേടാനായിട്ട് നമുക്ക് ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തടസ്സമാകരുത്. അത് നമ്മൾ പല പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഉഴപ്പാനായിട്ടൊക്കെ ശ്രമിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് മുൻപിൽ ഒരു തടസ്സങ്ങളും അതിന് മാർഗതടസ്സമായി മാറാൻ പാടില്ല. നമ്മൾ ആർഷ ഭാരത സംസ്കാരത്തിൽ ഒരു കാര്യം പഠിക്കുന്നുണ്ട്. എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുമക്കൾക്ക് അറിയാമോ? മാതാപിതാ കേട്ടിട്ടുണ്ടോ? മാതാപിതാ എന്തോ ബാക്കി പറഞ്ഞേ? ഗുരു ദൈവം അല്ലേ? അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ പേരൻസ്, മാതാവും പിതാവും ഗുരുക്കന്മാരും നമ്മുടെ ദൈവമാണ്. ഓക്കെ, അപ്പോ നമ്മൾ ആ ഗുരുക്കന്മാരെ എന്ത് ചെയ്യണം? ദൈവതുല്യരായിട്ട് കാണണം. അതുപോലെ തന്നെ അവരുടെ കഷ്ടപ്പാടുകളെയും നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നതായിട്ടുള്ളതായ ഓരോ കാര്യങ്ങളെയും നിങ്ങൾ നല്ല രീതിയിൽ എടുക്കണം. അതുപോലെ തന്നെ അവരുടെ പ്രതീക്ഷയ്ക്കൊക്കെ നിങ്ങൾ ഓരോരുത്തരും വളരുകയും ചെയ്യണം. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും ചെടിയുടെ വിത്ത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? സീഡ് കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ സീഡിനെ നമ്മൾ ചുമ്മാ കൊണ്ട് മണ്ണിൽ എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് വളരുമോ? അതിനെന്തൊക്കെ വേണം? വെള്ളം വേണം. ഗുഡ്. പിന്നെ നമ്മളതിന് എല്ലാ ദിവസവും കരുതലോടെ പോയി നോക്കും അല്ലേ? മണ്ണിട്ട് കൊടുക്കും, വളമിട്ട് കൊടുക്കും, വെള്ളം ഒഴിക്കും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും. ഇപ്പൊ ഈ സീഡ് പോലെ
നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മാതാപിതാക്കന്മാരും ഇവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും അറിവ് പകർന്നു തന്നു. കരുണയും സ്നേഹവും എല്ലാം നിങ്ങൾക്ക് തന്നതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ ക്യാപ്പും ഗൗണും ഒക്കെ അണിഞ്ഞ് മനോഹരമായ പൂക്കളായിട്ട് ഇന്ന് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ മുതിർന്ന ആളുകളോട് ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് ഏതായിരുന്നു? കുട്ടിക്കാലമാണ് അല്ലേ? നമുക്കൊരു പാട്ടൊക്കെ ഉണ്ട്, എന്താ കയ്യെത്താ ദൂരത്തെ കുട്ടിക്കാലം എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാവരും ഈ ബാല്യകാലം വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നോടും ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, എനിക്കും ഒരു കുഞ്ഞു കുട്ടിയായിരിക്കുന്ന ആ ഒരു സമയമാണ് ഏറ്റവും നല്ലതെന്ന് പറയും. അതിൻ്റെ കാര്യം നമുക്ക് കുറേ ഗുണങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങളിൽ നിന്ന് കാണാൻ പറ്റും. പക്ഷേ അതിനകത്ത് 1-2 കാര്യം മാത്രം ഞാൻ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ സവിശേഷത എന്താ? നിഷ്കളങ്കതയാണ് അല്ലേ? ഒരു കുഞ്ഞ് നമ്മുടെ മുൻപിൽ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അവരെ സോ ഇന്നസെന്റ് അല്ലെങ്കിൽ അവരുടെ ആ നിഷ്കളങ്കതയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾക്ക് വേറൊരു കാര്യമുള്ളത്, ഈ പ്രസന്റ് ലൈഫിൽ ജീവിക്കുന്ന മക്കളാണ്. ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ പറയും, നാളെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ പേരൻസ് ആകട്ടെ, ഞാനാകട്ടെ, നാളെ എന്തൊക്കെ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിൽ എനിക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടായി എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പ്രസന്റ് ലൈഫിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ ഇത്രയും നിഷ്കളങ്കതയോടുകൂടി പ്രസന്റ് ലൈഫിൽ ജീവിക്കാൻ ദൈവം നിങ്ങൾക്ക് അവസരം തരുന്നു. അതുപോലെ തന്നെ ബൈബിളിൽ ദൈവം, അതായത് ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് കുഞ്ഞുങ്ങളെയാണ്. അങ്ങനൊരു പാട്ടൊക്കെ ഉണ്ട്, കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ. അറിയാമോ? പാട്ടറിയോ? ഓക്കെ. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട്, കുഞ്ഞായി വന്നു പിറന്നവനെ, കുഞ്ഞുങ്ങളാകാൻ പിറന്നവനെ. അതായത് ദൈവം ഏറ്റവും സ്നേഹിച്ചത് ഈ കുഞ്ഞ് കുട്ടികളെയാണ്. അവർക്കാണ് സ്വർഗരാജ്യം എന്നാണ് ബൈബിളിൽ പറയുക. അപ്പൊ അങ്ങനെ കുറേ സവിശേഷതകളൊക്കെ ഈ കുഞ്ഞു മക്കൾക്കുണ്ട്. നമ്മൾ ഗ്രാജുവലി വലുതാവുമ്പോൾ ഈ ഗുണങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് കുറേശ്ശെ മാറാൻ തുടങ്ങും. നമ്മളുടെ നല്ല ഗുണങ്ങൾ ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന സ്നേഹത്തോടെ പെരുമാറാനും സന്തോഷത്തോടെ ജീവിക്കാനും നിഷ്കളങ്കരായിത്തീരാനും സത്യസന്ധരായിത്തീരാനും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോട് ചെറിയ കുറച്ച് അഡ്വൈസ്, നിങ്ങൾ എപ്പോഴും സത്യം മാത്രം പറയുന്ന കുഞ്ഞുങ്ങളായിട്ട് വളരുക. മറ്റുള്ളവരെ സ്നേഹിക്കുക. അത് അവൻ്റെ കളർ കണ്ടിട്ടോ അവൻ്റെ സ്വഭാവം കണ്ടിട്ടോ ഒന്നും ആകരുത്. എല്ലാവരെയും ഒരുപോലെ തന്നെ സ്നേഹിക്കാൻ പറ്റണം. നമുക്ക് ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അവരോട് എന്ത് പറയണം? ഹലോ, നമുക്കൊരാളെ മിഠായി തന്നാൽ നിങ്ങൾ എന്താ പറയുക? താങ്ക് യു. ഓക്കെ, ഗുഡ്. അപ്പൊ അങ്ങനെ എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകണം. എന്താണ്? താങ്ക് യു എന്ന് പറയാൻ പറ്റണം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞായിരുന്നു, ദൈവത്തിൽ ആശ്രയിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും രാവിലെ എഴുന്നേൽക്കുന്നത് ദൈവവിചാരത്തോടെയാകണം. നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നതും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാവണം. അപ്പോൾ ദൈവം നമ്മളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കും. നിങ്ങൾ ഇനി കൂടുതൽ വളരുമ്പോൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ദുഃഖമോ പ്രയാസമോ എന്തെങ്കിലും വന്നാലും നിങ്ങളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. നിങ്ങളുടെ പ്രയാസങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ വായനാശീലം. ഇന്ന് നമ്മൾ എങ്ങനെ പഠിക്കുക? പുസ്തകം നോക്കി പഠിക്കുന്നവരുണ്ടോ? വളരെ ചുരുക്കമാണ് അല്ലേ? മൊബൈല്, പല ആപ്ലിക്കേഷൻസ് ഒക്കെ വഴിയായിട്ടാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ? മൊബൈൽ ഫോണല്ലേ? അല്ലേ? ഇപ്പോഴേ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? UKG കഴിഞ്ഞ ഒരു ഐഫോൺ വാങ്ങിച്ചു തരാൻ പേരൻസിനോട് പറയണം. അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വായനാശീലം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ജീവിതവും എൻ്റെ ജീവനും അതുപോലെ തന്നെ എൻ്റെ അടുത്തിരിക്കുന്നവൻ്റെ ജീവനും ഒക്കെ ദൈവം തന്ന പ്രഷ്യസ് ഗിഫ്റ്റ് ആണെന്ന് നമ്മൾ കരുതണം. അതിനെ നമ്മൾ ഒരിക്കലും അതിന് തിന്മയായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ. അടുത്തതായിട്ട് നമ്മുടെ ടീച്ചേഴ്സിനോട് ഈ കുഞ്ഞുങ്ങളെ ഇതുപോലെ മോൾഡ് ചെയ്ത് നർച്ചർ ചെയ്ത് നിങ്ങൾ ഇന്ന് ഇവിടെ ആക്കിയിരിക്കുമ്പോൾ
നിങ്ങളുടെ ഡെഡിക്കേഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ കെയർ കൊണ്ട് ഈ മക്കൾ വളർന്നത് നിങ്ങൾക്കൊരു അഭിമാനമാണ്. നിങ്ങൾ നോളജ് മാത്രമല്ല ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്, നിങ്ങളുടെ വാല്യൂസ് അതുപോലെ തന്നെ മോറൽ വാല്യൂസ് എല്ലാം നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. വിദ്യ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ബ്രെയിൻ വളരുന്നതോടൊപ്പം തന്നെ നല്ല നല്ല ബോധ്യങ്ങളും ഹൃദയം വളരാനും മനസ്സ് വളരാനുമുള്ളതായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇവരിവിടെ ഏറ്റവും അഭിമാനത്തോടു കൂടി നിൽക്കുക. നിങ്ങളുടെ ഈ കുഞ്ഞുമക്കളുടെയൊക്കെ സെറിബ്രൽ കോർട്ടക്സിലെ വിഷ്വൽ ഏരിയ, അവിടെയാണ് നമ്മൾ കാഴ്ചകളൊക്കെ കാണുക. അവിടെ എപ്പോഴും ഈ അധ്യാപകരുടെ ആ നല്ലൊരു മനോഹരമായ പിക്ചർ എന്നും തെളിഞ്ഞു നിൽക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. നമുക്കറിയാം, നമ്മൾ വലിയൊരു ശുശ്രൂഷയാണ് ചെയ്യുക. പഠിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവികമായ ഒരു ശുശ്രൂഷയാണ്. അങ്ങനെയുള്ളതായ ടീച്ചേഴ്സിന് മുഴുവനും നിങ്ങൾക്ക് അഭിമാനിക്കാം. അതുപോലെ തന്നെ ഈ നമ്മുടെ വളർത്തിയെടുക്കുന്നതായ ഈ കുഞ്ഞുമക്കള് നമ്മുടെ ഈ നാടിനും ലോകത്തിനും നമ്മുടെ കുടുംബത്തിനുമൊക്കെ ഒരനുഗ്രഹമായി തീരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയ മാതാപിതാക്കളെ, ഇന്ന് ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഏറ്റവും സന്തോഷിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അഭിമാനം എന്നുള്ളത് എനിക്കറിയാം. ഒരു കുഞ്ഞ് അവരുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിലാണ്. സ്നേഹം, സാഹോദര്യം, പങ്കുവയ്ക്കല്, ഈശ്വരവിശ്വാസം, ഇതെല്ലാം നമുക്ക് കുടുംബത്തിൽ നിന്നാണ് കിട്ടുക. ഇന്നത്തെ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, ഒത്തിരി തിന്മയുടേതായ കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കാം. അതിൽ നിന്നെല്ലാം മദ്യം, മയക്കുമരുന്ന്, അതിൻ്റെ ഉപയോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു, മൊബൈൽ അഡിക്ഷൻസ് കൂടുന്നു. ഇവയിൽ നിന്നെല്ലാം ഈ കുഞ്ഞുങ്ങളെ കാത്തു സംരക്ഷിക്കാനായിട്ട് ഈ ടീച്ചേഴ്സിനോടൊപ്പം തന്നെ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. നമുക്കതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടും പരിശ്രമിക്കുകയും ചെയ്യാം. ഓരോ കുഞ്ഞുങ്ങളെയും നോക്കി നമുക്ക് മാതാപിതാക്കന്മാർക്ക് പറയാൻ കഴിയണം, നീ എനിക്ക് ഒരു അനുഗ്രഹമാണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങൾ പറയണം, യു ആർ എ ബ്ലെസ്സിങ്, അല്ലെങ്കിൽ നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞാണെന്ന്. അപ്പോൾ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതലായിട്ടും അനുഗ്രഹിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്ത്, നമുക്കെപ്പോഴും ഒരു ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ടോപ്പ് മോസ്റ്റ് ആയിട്ട് അക്കാഡമിക്കലി മാത്രം വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയല്ല, അവർ അക്കാഡമിക്കലി മാത്രമല്ല ജീവിതത്തിലും അവർ ഓരോരുത്തരും സക്സസ്ഫുൾ ആകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. On this special occasion, let us renew our commitment to excellence. അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി, കമ്പാഷൻ, ഇതെല്ലാം കൂടുതലായിട്ട് ഈ സ്ഥാപനത്തിൽ ഉണ്ടാകട്ടെ. May this institution continues to grow in strength and reputation. Once again, I take this moment to congratulate the management, principal, sisters, teachers, non-teaching staff, well-wishers, students, parents, and wishing you many more years of success and glory. May God bless you all. Thank you. Thank you, sister, for those inspiring words. The most awaited moment has now arrived. It is time to felicitate our UKG students for successfully completing this important stage of learning. May I request our chief guest, Sister Deepa, to kindly distribute the certificates to our young graduates. To call out the names of our graduates, I call upon Mrs. Simi onto the stage.
സ്കൂൾ മാനേജർ, റോസ്മി സിസ്റ്റർ, പ്രിൻസിപ്പൽ, ഒരുവരെയും നമ്മുടെ ഈ UKG ഗ്രാജുവേറ്റ് സെറമണി ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട കുട്ടികളെ, സുഹൃത്തുക്കൾ, ഇന്ന് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ആദ്യ പടിയുടെ ഒരു പൂർത്തീകരണമാണ് നടന്നിട്ടുള്ളത്. ചീഫ് ഗസ്റ്റ് ആശംസിച്ചതുപോലെ വിജയത്തിൻ്റെ പടവുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് അവർ ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത്. പേരൻസായി നമുക്ക് അവർക്ക് കയ്യടി കൊടുക്കാൻ പോലും നമുക്ക് ക്ഷമയില്ല, അല്ലെങ്കിൽ നമുക്കത് സമയമില്ലാത്ത മൊബൈൽ നോക്കിയിരിക്കുകയാണ്. ഈ പ്രോഗ്രാം എനിക്ക് ഓർണമെന്ന് തിരക്ക് പിടിച്ചിരുന്നത് നമ്മുടെ പേരൻസിനിടയിൽ. ഈ കുട്ടികൾ ഭാവിയിൽ അവർ ജീവിതത്തിൽ ആദ്യമായി അണിയുന്ന ഒരു ഗൗണാണ്. ഞാനൊക്കെ ഒരു നാടകത്തിൽ പോലും ഇങ്ങനത്തെ ഒരു ഗൗണ് ദേഹത്തിടാൻ ഭാഗ്യം കിട്ടാത്തൊരു മനുഷ്യനാണ്. നമ്മളൊക്കെ ഇതേപോലെ 1ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം പണക്കാരുടെ മക്കൾ മാത്രം ഏനാദിയിൽ നിന്ന് നിലമ്പൂർ സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, SDA ഒക്കെ പോകുമ്പോൾ ഫാത്തിമയിലൊക്കെ കുട്ടികൾ ആ മഹീന്ദ്രയുടെ പിക്കപ്പുള്ള ആ ഒരു മെറ്റഡോറിൻ്റെ വാനിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒരു ദിവസമെങ്കിലും ഒന്ന് കയറുന്ന ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനൊരു പ്രതികാര നടപടി എന്ന നിലയിലാണ് എൻ്റെ മക്കളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലാക്കി അവരൊക്കെ PTA കമ്മിറ്റിയിൽ കയറിക്കൂടാൻ വലിയൊരു കാരണം തന്നെയാണ്. അതേപോലെ +2 പാസ്സായപ്പോൾ ചെറിയ മാർക്കിൽ പാസ്സായതുകൊണ്ട് ഡിഗ്രി അതേപോലെ 10ാം ക്ലാസ് വലിയ മാർക്കില്ലാത്തതുകൊണ്ട് അമ്പാടോളയിൽ അഡ്മിഷൻ കിട്ടാത്തൊരു പ്രശ്നം വന്നു PDക്ക്. അത് പാൻ കോളേജിൽ പഠിക്കേണ്ട ഒരു ദുര്യോഗം എനിക്കുണ്ടായി. അപ്പോൾ എന്തായി, പിന്നെ എൻ്റെ മകൾ പഠിക്കേണ്ടി വന്നു. ഒരു PG കോളേജിൻ്റെ PTA എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടാണ് ഞാൻ മമ്പാട് MES കോളേജിൻ്റെ കോമ്പൗണ്ട് നടന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്കില്ലാത്ത നമ്മുടെ സൗഭാഗ്യം നമ്മുടെ മക്കളിലൂടെ കാണുമ്പോൾ ഇതിന് ദൈവത്തിൻ്റെ ഒരു നിയോഗവും ബിസിനസിൻ്റെ ഒരു സന്മനസ്സും കൂടി ഒത്തപ്പോൾ നമ്മുടെ നാടിന് അതൊരു വലിയ അനുഗ്രഹമായി. ഈ കുട്ടികൾ ഇനിയും ഒരുപാട് കാലം വിവിധ കളറിലുള്ള ഗൗണുകളും ഹാറ്റും അണിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിനെ സേവിക്കാനും ഈ നാടിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാൻ അവർക്ക് ദൈവം എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ. നാളെയുടെ എഞ്ചിനീയർമാരും ഡോക്ടേഴ്സും നമ്മുടെ ചീഫ് ഗസ്റ്റിനെ പോലെ നേഴ്സിംഗ് ട്യൂട്ടറും രാഷ്ട്രീയക്കാരും മന്ത്രിയും അധ്യാപകരും കർഷകരും സാമൂഹിക സേവന പ്രവർത്തകരും ചില ആളുകൾ ഈ സിസ്റ്റേഴ്സിനെ പോലെ സിസ്റ്റേഴ്സായിട്ട് വളരാനൊക്കെ എന്താ പറയുക, അത്തരം ആളുകൾ വരണം. നമ്മളൊരു ഡോക്ടർ എഞ്ചിനീയർമാർ മാത്രമായാൽ പോരാ. ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരും സൃഷ്ടിക്കാൻ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ട്യൂട്ടറായി നിൽക്കുന്ന ഒരു സിസ്റ്ററുണ്ടെങ്കിൽ അത്തരം സിസ്റ്റർമാരും ഈ സമൂഹത്തിൽ ഉണ്ടാവട്ടെ. അവരെ നയിക്കുന്ന പുരോഹിതന്മാരും നാട്ടിലും ഈ സമൂഹം വളരട്ടെ എന്ന് മാത്രം ആശിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് എല്ലാവിധ ഭാവിയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your kind words. Children see the world in the most beautiful